ഹായ് ഡിയർ, വെൽക്കം ടു ടാരറ്റ് വൈബ്സ്. നിങ്ങളുടെ ഒക്ടോബർ മന്ത് എങ്ങനെ ആയിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. കാർഡ്സ്, ഏഞ്ചൽസ് ഗൈഡ് ചെയ്താലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ ഒരു മാസം എങ്ങനെ ആയിരിക്കും എന്ന് ഗൈഡ് ചെയ്താലും. കാർഡ്സ്, ഏഞ്ചൽസ് ഗൈഡ് ചെയ്താലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ ഒരു മന്ത് എങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ഓവറോൾ എനർജി എന്താണ് ഈ ഒരു മന്തിൻ്റെ. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ഫിനാൻസിൽ 3 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു സാമ്പത്തിക തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഒരു വിശ്വാസവഞ്ചന നേരിടുവാൻ, നിങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വിശ്വാസവഞ്ചന നേടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികത്തിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക വെല്ലുവിളി നേരിട്ടിരിക്കുകയാണ് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കാശിന് വളരെയധികം ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടി വന്നാൽ അവിടെ വൈകാരികമായിട്ട് ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ് ആ ഒരു സമയത്ത്. ഓക്കെ ഡിയർ. അതുപോലെ അടുത്ത് നിങ്ങളുടെ ഹെൽത്തിൽ ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ മാനസിക വ്യതയുള്ളതായിട്ട് കാണുന്നു. മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന് അധികം ഒരു സ്ട്രെസ്സ് കൊടുക്കാതെ നിങ്ങൾ ഒരു റിലാക്സേഷനിൽ കൊണ്ടുവരേണ്ടതാണ്. മനസ്സിനെ ഒന്ന് കൂളാക്കി കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്കിഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കുകയോ ഡാൻസ് കളിക്കുകയോ എഴുതുകയോ വരയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം റിലീഫ് കിട്ടും. എന്നാലും നിങ്ങൾക്ക് പിന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. അത് കുറഞ്ഞോളും മാറിക്കോളും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. ഓക്കെ ഡിയർ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ജസ്റ്റിസാണ്. നിങ്ങൾ ഏതൊക്കെയോ ബന്ധങ്ങളിൽ നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടാകാം. നിങ്ങളോട് സത്യസന്ധമല്ലാത്ത, നിങ്ങളോട് നീതിപൂർവമല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെയും നിങ്ങൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് നീതിയുക്തമല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളോട് നീതി പുലർത്താത്ത, നിങ്ങളോട് സത്യസന്ധമല്ലാത്ത ബന്ധങ്ങളൊക്കെയും നിങ്ങൾ മാറ്റി നിർത്തുകയും നിങ്ങളോട് വളരെ ബാലൻസ്ഡായിട്ട് വളരെയധികം സ്ഥിരതയോടുകൂടി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുകയും അവയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഈ ഒരു മാസം. ഓക്കെ ഡിയർ. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ ഡിയർ. അപ്പോൾ അതിലൊന്ന് ഒരു ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ ഒരുപാട് കരിയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വർക്കിൻ്റെ ഫലമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉന്നമനം കരിയറിലുണ്ടാകുന്നു. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലധികം ക്യാഷ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ക്യാഷ് നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡിയർ. അതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ 2 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ്. ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് 2 അതിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് ചൂസ് ചെയ്യണോ ഒരു നോർമൽ ലൈഫിൽ തന്നെ നിൽക്കണോ എന്നുള്ള ഒരു ഡൗട്ടായിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാനായിട്ട് അല്ലെങ്കിൽ ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ഒരു റിയാലിറ്റി. എന്താണോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അതൊരു സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ, നിങ്ങളത് എന്താണെന്ന് ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാകുന്നത്. അതിലൊന്നും ഓടി ഒളിക്കാതിരിക്കുക. ഓക്കെ ഡിയർ. ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യാൻ മടിക്കുന്നത് ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു മന്തിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. വളരെയധികം സമൃദ്ധിയാണ്, കരിയറിൽ അഭിവൃദ്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ അഭിവൃദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടു. നിങ്ങൾക്ക് നീതിപരമല്ലാത്ത, നിങ്ങൾക്ക് സത്യസന്ധമല്ലാത്ത എന്ന് തോന്നുന്ന ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റേബിളാക്കി നിർത്തുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ബന്ധങ്ങളെ നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങളിലും കരിയറിലും നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. വളരെയധികം സമൃദ്ധിയാണ് ഈ ഒരു മാസം വരാൻ പോകുന്നത്. ഈ ഒരു സാമ്പത്തിക സമൃദ്ധിയൊക്കെയും നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സമൃദ്ധി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമൃദ്ധിക്കും, ഓരോ ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ്. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഡിപ്പെൻഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ മറ്റുള്ളവരെ അധികം ആശ്രയിക്കാതെ നിങ്ങൾ സ്വയം ഡിപ്പെൻഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. അതിന് കാരണം ഈ ബന്ധങ്ങളിലുണ്ടായ അനുഭവങ്ങളായിരിക്കാം. ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ഒക്കെ നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ടൈം കണ്ടെത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുമ്പോൾ കൂടുതലും പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലാണ് അവരവരുടെ ഒരു പീസ്ഫുൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ടൈം ചിലവഴിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ ഡിയർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു മന്തിൻ്റെ ഒരു ഒരു ടാരറ്റ് റീഡിംഗ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഡിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.